ഷീൻ്റെ ഹോൾ വീഡിയോസ് ഒക്കെ ഇടുന്ന ടൈമിൽ കുറേ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് നാട്ടിൽ അവൈലബിൾ അല്ലല്ലോ, അപ്പോൾ നാട്ടിലുള്ളവർ എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാനിന്നിങ്ങനെ ആമസോണിൽ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ടു. അതായത് ഷീനിലുണ്ട് സെയിം പ്രോഡക്റ്റ്സ് തന്നെയാണ് ആമസോണിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന്. കാരണം അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെണ്ണം, അതായത് എല്ലാം ഒന്നുമല്ല, അതിൽ ഞാൻ നോക്കിയിട്ട് അതിൽ നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എനിക്ക് നല്ലതാണ് എന്തോന്ന് കുറച്ചെണ്ണം മാത്രം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകട്ടോ. അതിന് മുമ്പ് എൻ്റെ കയ്യിൽ എന്തോ ഒരു പെണ്ണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പെണ്ണല്ല, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് പെൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ പെന്നിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? ഇതിൽ ഐലൈനർ ഉണ്ട്, പിന്നെ ഐലൈനർ ഉണ്ട്, നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്യാണ്ട് സംഭവമുണ്ട്, ലിപ് ലൈനർ ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്. ഈ 4 സാധനങ്ങളും ഈ പെന്നിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളെല്ലാം എപ്പോഴും ഉണ്ട്, നമ്മളിങ്ങനെ പല കളറിലുണ്ട് മഷിയുള്ള പെന്നൊക്കെ യൂസ് ചെയ്യൂലേ. ഇവിടെ പച്ച, ചുവപ്പ്, നീല, ബ്ലാക്ക് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പെന്നിൻ്റെ അതേ ഒരു ലുക്കാണ് ഇതിനുള്ളത്. സെയിം പ്രോസസ് തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇത് ഐബ്രോ ഫില്ലറാണ്. ഇതിൻ്റെ ഇവിടെ കണ്ടോ ഐബ്രോൻ്റെ ഒരു ചിഹ്നമുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ താഴെ എന്ത് വരും? ആ സാധനം വരും. പിന്നെ അതല്ല, ഇതാണ് ലിപ് ലൈനർ, അതെടുത്താൽ അത് വരും. അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലൊരു റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ റീല് ഞാനിവിടെ സൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് വാങ്ങണ്ട. കാരണം ഞാൻ ഇത് വാങ്ങിപ്പെട്ടു. കാരണം നല്ല വില കൊടുത്താൽ ഞാനിത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ച ടൈമിൽ ഇതിന് 800 സംതിങ്, അതായത് 900 രൂപേൻ്റെ അടുത്ത് വില ഉണ്ടായിരുന്നു. എന്തോ ഒരു ഇതിന് എനിക്ക് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ഞാനപ്പം ഓർഡർ പ്ലേസ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം അത്രയും പൈസ ശരിക്കും വേസ്റ്റ് ആക്കിയൊരു ഫീലിംഗാണ് എനിക്കിത് കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ദയവേത് ഇത് വാങ്ങണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. എന്തായാലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ മുമ്പ് ഒരു ഓഫറിൻ്റെ കാര്യം പറയേണ്ടത്, റിപ്പബ്ലിക് ഡേ ആവാനായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. ഇന്ന് മുതലായിട്ടോ സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ സെയിലിൽ 50 to 80% നമുക്ക് ഓഫർ കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആമസോണിൽ നമ്മൾ ഏത് സാധനം നോക്കിയാലും നല്ല ഓഫറിലാണ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെയിം ഡേ ഡെലിവറി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ ഇത്ര മണിക്കൂറിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കാണ്ട് ഓഫർ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഷീനിൽ കണ്ട അതേ പ്രോഡക്ട്സിൻ്റെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല, ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാം കോഡ് സെറ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു സെറ്റാണ്. ഇത് എക്സാക്ട് സെയിം ഷീനിലുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിരുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇത്. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിൽ വരുന്നതുണ്ട്. അപ്പോൾ ഇത് കോഡ് സെറ്റാണ്. നമുക്ക് ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒന്നല്ലേ കോഡ് സെറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഹൂഡി ടൈപ്പ് ഇത് വരില്ല, ഹൂഡി ടൈപ്പ് കോഡ് സെറ്റ് വരില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഹൂഡി സെറ്റാണ് ഇത്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ അതിന് മുമ്പ് ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരെണ്ണത്തിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഡ്രസ്സായിരുന്നു അവർ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വേറെ കുറേ പ്രിൻറ്റിലും കളേഴ്സിലൊക്കെ അവൈലബിൾ ആയപ്പോൾ എനിക്ക് തോന്നി ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ഇത് രണ്ടെണ്ണം സെയിം തന്നെയാണ്, അതിൻ്റെ പ്രിൻറ്റ് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ട് ഇത് സ്റ്റൈൽ ചെയ്താൽ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഷേപ്പിൽ നിൽക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സൈസിന് എടുക്കുക. പക്ഷെ ഞാൻ നോർമലി മീഡിയം യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ അന്ന് എടുത്തത് XL ആയിരുന്നു ഞാൻ എടുത്തത്. കാരണം ഈ സ്കേർട്ട് ഇങ്ങനെ പെൻസിൽ സ്കേർട്ട് പോലെ, അപ്പോൾ ഭയങ്കര ഷേപ്പിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടി ഒരു 2 സൈസ് വലുതെടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ നിൽക്കില്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. അപ്പോൾ ഞാനന്ന് അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും പോയിട്ടൊന്ന് പെട്ടെന്ന് തന്നെ നോക്കുക. ഞാൻ ഈ കാണിച്ചതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.